നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ. ആലുവ മാർക്കറ്റിലെ വ്യാപാരിയെ അകാരണമായി മർദ്ദിച്ച സംഭവത്തിൽ ആലുവ പ്രിൻസിപ്പൽ എസ്.ഐ സുധീർ മനോഹറിനെ DCRBയിലേക്ക് സ്ഥലം മാറ്റി. വിശദമായ അന്വേഷണത്തിന് ശേഷം SIക്കെതിരെ DGP കർശന നടപടി സ്വീകരിക്കും. കള്ളനോട്ട് കേസിൽ കുടുങ്ങിയ ഇന്തോനേഷ്യൻ സ്വദേശിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യ നിബന്ധനകൾ പാലിക്കുവാൻ കഴിയാതിരുന്നതിനാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിഞ്ഞില്ല. കളമശ്ശേരി പോലീസ് പിടികൂടിയ 2 ലക്ഷത്തിലധികം രൂപയുടെ കള്ളനോട്ട് കേസിന് രാജ്യാന്തര ബന്ധമുണ്ടെന്ന സൂചന. നോർത്ത് പറവൂർ വെടിമര സ്വദേശിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ജ്യേഷ്ഠൻ പോലീസ് കസ്റ്റഡിയിൽ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആലുവ മാർക്കറ്റിലെ വ്യാപാരിയെ അകാരണമായി മർദ്ദിച്ച ആലുവ പ്രിൻസിപ്പൽ SI സുധീർ മനോഹറിനെ DCRBയിലേക്ക് സ്ഥലം മാറ്റിയതായി റൂറൽ SP സതീഷ് ബിനോ അറിയിച്ചു. വ്യാപാരികളുടെ പരാതിയെ തുടർന്ന് ആലുവ DYSP VK സനിൽകുമാർ നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക നടപടിയുണ്ടായിട്ടുള്ളത്. വിശദമായ അന്വേഷണത്തിന് ശേഷം SIക്കെതിരെ DGP കർശന നടപടിയെടുക്കും. SIക്കെതിരെ നടപടി വേണമെന്ന് അൻവർ സാദത്ത് MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും DGPയെയും നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. വ്യാപാരിക്കെതിരെ ക്രൂരമായ മർദ്ദനം നടത്തിയ SIയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ചില പോലീസ് മേധാവികളും രാഷ്ട്രീയക്കാരും ഇടപെട്ടാണ് SIക്കെതിരെ താൽക്കാലിക നടപടിയെടുത്ത് നിലനിർത്തിയത്. വ്യാപാരിയെ മർദ്ദിച്ചത് വിവാദമായതോടെ SIക്കെതിരെ മറ്റു 3 പരാതികൾ കൂടി SPക്ക് ലഭിച്ചിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് മാഫിയ കോൺഗ്രസ് നേതാക്കളെ വധിക്കുവാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികളെ സഹായിക്കുന്ന നിലപാട് SI സ്വീകരിച്ചത് നേരത്തെ വിവാദമായിരുന്നു. ഓപ്പറേഷൻ കുബേരയുടെ പേരിലും തെരഞ്ഞെടുപ്പ് സമയത്ത് അനധികൃത പണം റെയ്ഡിലും ക്രമക്കേട് നടത്തിയതായി SIക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. ആലുവ കമ്മത്ത് ലൈൻ വാര്യപാടത്ത് വീട്ടിൽ സേവ്യറിനെയാണ് കഴിഞ്ഞ 23-ന് രോഗിയാണെന്ന് അറിയിച്ചിട്ടും SI കുടിവെള്ളം പോലും നൽകാതെ ക്രൂരമായി മർദ്ദിച്ചത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എവിടെയെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. 60-കാരനായ സേവ്യറിന്റെ കണ്ണട ഊരിയെടുത്ത് കുരുമുളക് പൊടി വിതറുമെന്ന് പറഞ്ഞ് ഭീഷണിയും മുഴക്കിയിരുന്നു. ഇന്തോനേഷ്യയിലെ മണി എക്സ്ചേഞ്ച് സെന്ററിൽ നിന്ന് മാറിയെടുത്ത ഇന്ത്യൻ രൂപ കള്ളനോട്ടായതിനാൽ നെടുമ്പാശ്ശേരി പോലീസിന്റെ പിടിയിലായ ഇന്തോനേഷ്യൻ സ്വദേശി മാർട്ടിൻ ഡാറി അഡ്മോയ്ക്ക് ആലുവ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ ജാമ്യ നിബന്ധനകൾ പാലിക്കുവാൻ കഴിയാതിരുന്നതിനാൽ മാർട്ടിന് ആലുവ സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുവാൻ സാധിച്ചില്ല. 2 ഇന്ത്യക്കാരുടെ ആൾജാമ്യവും കേസ് തീരും വരെ കോടതി അതിർത്തി വിട്ടു പോകരുതെന്ന കോടതിയുടെ നിർദ്ദേശവുമാണ് മാർട്ടിന്റെ പുറത്തിറങ്ങലിന് തടസ്സമായത്. മാർട്ടിനു വേണ്ടി അഡ്വക്കേറ്റ് AH അജിത് ഖാനാണ് കോടതിയിൽ ഹാജരായത്. ഇന്തോനേഷ്യയിലെ സാധാരണ കുടുംബമാണ് മാർട്ടിന്റേത്. കോട്ടയത്ത് നടന്ന കോൺഫറൻസിൽ പങ്കെടുക്കാനെത്തിയ ഭാര്യ അസീമയെ തിരികെ കൊണ്ടുപോകുന്നതിനാണ് മാർട്ടിൻ കേരളത്തിലെത്തിയത്. മടക്കയാത്രയടക്കം 50,000-ഓളം രൂപ വിമാന ടിക്കറ്റിന് ചെലവായി. പണമിടപാട് എളുപ്പത്തിലാക്കുവാൻ വേണ്ടി ഇന്തോനേഷ്യയിലെ മെയ്ദീൻ മണി എക്സ്ചേഞ്ച് സെന്ററിൽ നിന്ന് ഇന്ത്യൻ രൂപയാക്കി മാറിയെടുക്കുകയായിരുന്നു. 500 രൂപയുടെ 21 കള്ളനോട്ടുകളാണ് അവിടെ നിന്ന് മാർട്ടിന് ലഭിച്ചത്. കള്ളനോട്ടാണെന്ന് അറിയാതെ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ മാർട്ടിൻ ടാക്സി പ്രീപെയ്ഡ് സെന്ററിൽ ആ പണം നൽകിയതോടെയാണ് പോലീസിന്റെ പിടിയിലാവുന്നത്. എംബസി നൽകിയ വിവരങ്ങൾ നേരത്തെ റൂറൽ SP സതീഷ് ബിനോയ്ക്ക് ലഭിച്ചിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അന്നും ഇന്തോനേഷ്യൻ ദമ്പതികളാണ് പോലീസിന് പിടിയിലായത്. ഡൽഹി വഴി നാട്ടിലേക്ക് പോകുന്നതിനിടെയാണ് കേരളത്തിൽ അവർ നൽകിയ പണം കള്ളനോട്ടാണെന്ന് കണ്ടെത്തിയത്. ഡൽഹിയിൽ നിന്ന് തിരികെ നെടുമ്പാശ്ശേരിയിൽ വിളിച്ചു വരുത്തിയ ആ ദമ്പതികളുടെ നിരപരാധിത്വം ബോധ്യമായതിനെ തുടർന്ന് പോലീസ് വിട്ടയക്കുകയായിരുന്നു. സമാനമായ കേസാണ് ഇപ്പോഴും നടന്നിരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് AH അജിത് ഖാൻ പറഞ്ഞു. കളമശ്ശേരി പോലീസ് പിടികൂടിയ 2 ലക്ഷത്തിലധികം രൂപയുടെ കള്ളനോട്ട് കേസിന് രാജ്യാന്തര ബന്ധമുണ്ടെന്ന സൂചന. പിടിച്ചെടുത്ത കള്ളനോട്ടുകൾ ബംഗ്ലാദേശിൽ അച്ചടിച്ചതാണെന്നാണ് കരുതുന്നത്. ഇതിനെ തുടർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ NIA കള്ളനോട്ടുകളുമായി പിടികൂടിയ ബീഹാർ സ്വദേശികളായ മുഹമ്മദ് ഉജീർ, ബിസ്രത്ത് അലി എന്നിവരെ ചോദ്യം ചെയ്തു. 210 കള്ളനോട്ടുകളുമായിട്ടാണ് കഴിഞ്ഞ ദിവസം കളമശ്ശേരി പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ ഇവരെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും കള്ളനോട്ടിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി ജൂലൈ 7 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കള്ളനോട്ട് മാറ്റിയെടുക്കുന്ന കമ്മീഷൻ ഏജന്റുമാരായിട്ടാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ഇത്തരം നിരവധി സംഘങ്ങൾ തെക്കേ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ബംഗ്ലാദേശിൽ നിന്ന് ജാർഖണ്ഡ് വഴി കേരളത്തിലെത്തിച്ച നോട്ടുകൾ സംസ്ഥാനത്ത് പലയിടത്തും വിതരണം ചെയ്തതായാണ് വ്യക്തമാവുന്നത്. പിടിയിലായവർ ആലുവയിലും പരിസര പ്രദേശങ്ങളിലുമായി 1.5 ലക്ഷത്തോളം രൂപയുടെ കള്ളനോട്ടുകൾ മാറ്റിയിട്ടുണ്ട്. ഉയർന്ന നിലവാരത്തിൽ അച്ചടിച്ച കള്ളനോട്ടുകൾ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുവാൻ കഴിയാത്തവയുമാണ്. പിടിക്കപ്പെട്ടവരോടൊപ്പം മറ്റു 4 പേര് കൂടി കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. നോർത്ത് പറവൂർ വെടിമറ സ്വദേശി തോപ്പിൽ പറമ്പ് ബഷീർ എന്നയാളുടെ മരണം പോലീസ് അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതിയായ സഹോദരൻ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ട നിലയിൽ സ്വന്തം വീട്ടിൽ കണ്ടെത്തിയ ബഷീറിനെ സ്വാഭാവിക മരണം എന്ന് കരുതി ബന്ധുക്കളും പള്ളിക്കാരും ചേർന്ന്
സംസ്കരിക്കുന്നതിനായി നടപടി സ്വീകരിക്കുന്നതിനിടെ മരണത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. തുടർ അന്വേഷണത്തിൽ തലേ ദിവസം മരണപ്പെട്ട ബഷീറും ജ്യേഷ്ഠൻ റഹീമും തമ്മിൽ വാക്കുതർക്കവും അടിപിടിയും ഉണ്ടായതായി മനസ്സിലാക്കി. തുടർന്ന് ജ്യേഷ്ഠൻ റഹീമിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിലാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞത്. തലേ ദിവസം വീട്ടിൽ വച്ചുണ്ടായ വാക്കുതർക്കത്തിൽ മരണപ്പെട്ട ബഷീർ മദ്യപിച്ച് അസഭ്യം പറഞ്ഞതിന്റെ വിരോധത്തിൽ റഹീം ബഷീറിന്റെ നെറ്റിക്കും പുരികത്തും കയ്യിൽ അണിഞ്ഞിരുന്ന മോതിരം വെച്ച് ഇടിക്കുകയായിരുന്നു. ഇടികൊണ്ട് കട്ടിലിൽ മറിഞ്ഞു വീണ ബഷീർ അവിടെ നിന്ന് എഴുന്നേറ്റ് റഹീമിനെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ TV സ്റ്റാൻഡിൽ ഇരുന്ന കത്രിക കൊണ്ട് ബഷീറിന്റെ ഇടതു നെഞ്ചിൽ കുത്തി. തുടർന്ന് താഴെ മലർന്നടിച്ചു വീണ ബഷീറിന്റെ നെഞ്ചിൽ നിന്ന് ചോര വാർന്നൊഴുകുന്നത് കണ്ട് വീടിന്റെ മുൻവശം വാതിൽ അകത്തു നിന്ന് കുറ്റിയിട്ട് കുത്തുവാൻ ഉപയോഗിച്ച കത്രിക അടുക്കളയിൽ വെച്ച ശേഷം പിൻവാതിൽ പൂട്ടി വീണ്ടും ബാറിൽ പോയി മദ്യപിച്ച ശേഷം പുലർച്ചെ 2 മണിക്ക് തിരികെ വീട്ടിലെത്തി. വീടിന്റെ പുറകിൽ കിടന്നുറങ്ങി. രാവിലെ അനുജൻ ഉണർന്നെണീൽക്കുന്നില്ല എന്ന് പറഞ്ഞ ബഹളം വെച്ച് മുൻവശം വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന പെങ്ങളെയും ജ്യേഷ്ഠനെയും വിളിച്ചു വരുത്തി ബഷീർ സ്വാഭാവികമായി മരണപ്പെട്ടു എന്ന് ധരിപ്പിക്കുകയായിരുന്നു. സ്വാഭാവിക മരണം എന്ന് കരുതി വീട്ടുകാരും നാട്ടുകാരും ചേർന്ന മൃതശരീരം സംസ്കരിക്കുവാൻ ശ്രമിച്ച സംഭവം പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. കസ്റ്റഡിയിലെടുത്ത റഹീമിനെ ആലുവ DYSP VK സനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നോർത്ത് പറവൂർ സർക്കിൾ ഇൻസ്പെക്ടർ TB വിജയൻ, നോർത്ത് പറവൂർ SI AC മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തതിലാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. അന്വേഷണ സംഘത്തിൽ SI VA അബൂബക്കർ, ASI PT ജോയ്, ASI KK ഷംസു, സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ, ലോഹിതാക്ഷൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഒരു 6 മണിയോടുകൂടിയാണ് വെടിമറയിലെ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട രീതിയിൽ കാണപ്പെട്ടെന്നുള്ളതും അതിനകത്ത് സംശയമാണെന്നുള്ള രീതിയിൽ പോലീസിനെ നിർവഹിക്കുന്നു. പോലീസ് അന്വേഷിച്ച പക്ഷേ അത് മരണപ്പെട്ടെന്നുള്ളത് ശരിയാണ്. പോലീസിന് വിവരം തരാതെ അത് മറവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ട് പോലീസ് ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ മൃതദേഹത്തിൽ ഒരു സംശയിക്കാവുന്ന കുറച്ച് പാടുകൾ കണ്ട് അതിനെക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ അവർക്കും വ്യക്തതയില്ല. അതിനെക്കുറിച്ച് പിന്നെ പോലീസ് ഇത് നിയമനടപടിക്ക് ശേഷം മാത്രമേ മറവ് ചെയ്യാറുള്ള രീതിയിൽ പള്ളിക്കാരോടും അവിടെ ഉണ്ടാകുന്നവരോടും സംസാരിച്ചു. അപ്പോൾ അവർ ആ സമയം പോലീസ് പറഞ്ഞ സമയം തന്നെ അവരത് അംഗീകരിച്ചു. എന്തായാലും നിയമനടപടി കഴിഞ്ഞു മതി എന്നുള്ള രീതിയിൽ അതേ തുടർന്നുള്ള ഒരു കേസ്, ഒരു അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ട് ശേഷം നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിനകത്ത് തലേ ദിവസം ഈ മരണപ്പെട്ട ബഷീറും അയാളുടെ ജ്യേഷ്ഠനായ റഹീം തമ്മിലൊരു വാക്കുതർക്കം അടിപൊളി ഉണ്ടായതായിട്ട് മനസ്സിലായി. അപ്പോൾ അതേ തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്യാനായിട്ട് റഹീമിനെ ഓഫീസിൽ കൊണ്ടുവന്നു. ഇവിടെയുള്ള കസ്റ്റഡി പോലീസ് കസ്റ്റഡി കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത സമയത്താണ് ആലുവ DYSP സനിൽകുമാർ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നേതൃത്വം നടത്തിയ ചോദ്യം ചെയ്യലിൽ തലേദിവസം ഉണ്ടായ അടിപിടിയിൽ അടിപിടി ഉണ്ടാവുകയും തുടർന്ന് അവിടെ ഉണ്ടായിരുന്നൊരു കത്രിക ഉപയോഗിച്ചിട്ട് റഹീമും ബഷീറിനെ കുത്തി, ആ കുത്താണ് മരണത്തിന് കാരണമായെന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കാരണം അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രശ്നം തന്നെ ലീവായിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് ആലപ്പുഴ പോയിട്ട് കസ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് രാവിലെ ചെയ്യാറ്. ആലുവ മുപ്പത്തടം KSEB ഓഫീസിലേക്ക് SDPI പ്രവർത്തകർ മാർച്ച് നടത്തി. കേരള സർക്കാരിന്റെ വൈദ്യുതി ചാർജ് വർധനവിനെതിരെയാണ് SDPI സംസ്ഥാന വ്യാപകമായി വൈദ്യുത ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് SDPI കടങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. മുപ്പത്തടം ഇടുക്കി കവലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് KSEB കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ചേർന്ന ധർണ SDPI ജില്ലാ കമ്മിറ്റി അംഗം സുധീർ ഏലൂക്കര ഉദ്ഘാടനം ചെയ്തു. SDPI കടങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിയാദ് ഉലിയന്നൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്ദുൽ കരീം, SDTU മേഖലാ പ്രസിഡന്റ് സലാം ഏരമാം എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. കറണ്ട് ചാർജ് വർധനവും ഏത് രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിച്ചാലും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രയാസത്തിലാണ്. ഇപ്പോൾ UDF ഗവൺമെന്റിന്റെ SDPയുടെ ഒരു മന്ത്രിയുണ്ട്, ആര്യാടനെന്ന് അദ്ദേഹത്തിന്റെ പേര് പോലും തികച്ചു വിളിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ എന്തക്രമം കാണിച്ചാലും എന്തനീതി കാണിച്ചാലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചാനൽ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പിന്നോക്കക്കാരന്റെ മന്ത്രി എന്ന പേരുകൊണ്ട് മാത്രം മുന്നിൽ വരുന്ന ഒരു വ്യക്തി.
എറണാകുളം ജില്ലയിലെ ക്വാറി പ്രവർത്തനങ്ങളും മണ്ണ് ഖനനവും നിരോധിച്ചതിന്റെ പ്രത്യാഘാതം പഠിക്കുവാൻ ജില്ലാ കളക്ടർ MG രാജമാണിക്യം 3-അംഗ സമിതിയെ നിയമിച്ചു. എറണാകുളം ജില്ലയിൽ നടന്നുവരുന്ന വൻ വികസന പ്രവർത്തനങ്ങളും നിർമ്മാണവും ഇതുമൂലം തടസ്സപ്പെടുമെന്ന പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റുമുണ്ടായ പ്രതികരണത്തെ തുടർന്നാണിത്. നിരോധനം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതം പഠിക്കുവാനാണ് സമിതിയെ നിയോഗിച്ചത്. ADM B രാമചന്ദ്രൻ അധ്യക്ഷനായ സമിതിയിൽ RDO, ജിയോളജിസ്റ്റ് എന്നിവർ അംഗങ്ങളാണ്. കാലവർഷം കനത്തതിനെ തുടർന്ന് ജില്ലയിലെ ക്വാറി പ്രവർത്തനങ്ങളും മണ്ണ് ഖനനവും ജൂൺ 23 മുതലാണ് നിരോധിച്ചത്. ജൂലൈ 31 വരെയാണ് നിരോധനം പ്രഖ്യാപിച്ചത്. മഴ മൂലം ഭൂമി ദുർബലമായതിനാൽ മണ്ണിടിച്ചിൽ പോലുള്ള ദുരന്തങ്ങൾ തടയുന്നതിനായി മണ്ണ് ഖനനം പൂർണ്ണമായും നിരോധിച്ചിരുന്നു. നാട്ടുവിശേഷം പറ്റുന്നോട്ടത്തിൽ ആലുവ മാർക്കറ്റിലെ വ്യാപാരിയെ അകാരണമായി മർദ്ദിച്ച സംഭവത്തിൽ ആലുവ പ്രിൻസിപ്പൽ SI സുധീർ മനോഹറിനെ DCRBയിലേക്ക് സ്ഥലം മാറ്റി. വിശദമായ അന്വേഷണത്തിന് ശേഷം SIക്കെതിരെ DGP കർശന നടപടി സ്വീകരിക്കും. കള്ളനോട്ട് കേസിൽ കുടുങ്ങിയ ഇന്തോനേഷ്യൻ സ്വദേശിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യ നിബന്ധനകൾ പാലിക്കുവാൻ കഴിയാതിരുന്നതിനാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിഞ്ഞില്ല. കളമശ്ശേരി പോലീസ് പിടികൂടിയ 2 ലക്ഷത്തിലധികം രൂപയുടെ കള്ളനോട്ട് കേസിന് രാജ്യാന്തര ബന്ധമുണ്ടെന്ന സൂചന. നോർത്ത് പറവൂർ വെടിമറ സ്വദേശിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ജ്യേഷ്ഠൻ പോലീസ് കസ്റ്റഡിയിൽ.